സഫ. ഇന്നത്തെ വീഡിയോ ഒരു ജേർണലിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ നോർമലി ചെയ്യുന്ന ബുള്ളറ്റ് ജേർണലിംഗ് വീഡിയോ അല്ല. ഞാനൊരു മെമ്മറി ജേർണൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും. എൻ്റെ 2022 മെമ്മറീസൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തതായിരുന്നു. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനത് ചെയ്യാനിരുന്നത് ബുള്ളറ്റ് ജേർണൽ ഏപ്രിൽ സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊന്ന് ആലോചിച്ചപ്പോൾ ബുള്ളറ്റ് ജേർണലിംഗ് മെത്തേഡ് എനിക്ക് വർക്കാവുന്നില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്ലാനിങ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പല വീഡിയോസൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. പിന്നെയാണ് എനിക്ക് തോന്നിയത് മെമ്മറി ജേർണൽ ചെയ്യാമെന്ന്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മെമ്മറി ജേർണൽ. ഞാനതിൻ്റെ പുറത്ത് മൈ അഡ്വഞ്ചർ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് തെർമൽ പേപ്പറിലാണ് പ്രിൻ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ അത് മങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കളർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി മൈ അഡ്വഞ്ചർ ബുക്ക് എന്നുള്ള ഒരു ഇമേജ് കൂടി പ്രിൻ്റ് എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു മൈ അഡ്വഞ്ചർ ബുക്ക് എന്നുള്ള റെഫറൻസ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആനിമേറ്റഡ് മൂവി കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു റെഫറൻസിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻവയിലാണ് എഡിറ്റ് ചെയ്യാറ്. ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ച ഒരു ടെംപ്ലേറ്റാണ് കേട്ടോ ഇത്, പോളറോയിഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫോട്ടോസും അപ്ലോഡ് ചെയ്തു. അതുപോലെ തന്നെ മൈ അഡ്വഞ്ചർ ബുക്ക് എന്നുള്ള ആ ഒരു പേജും എടുത്തിപ്പോൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കാറ് A3 സൈസിലുള്ള ഒരു പേപ്പറിലാണ് കേട്ടോ. അപ്പോൾ വലിയ സൈസ് പേപ്പർ ആയതുകൊണ്ട് തന്നെ 30 പിക്ചേഴ്സൊക്കെ ഒറ്റ ഷീറ്റിൽ തന്നെ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു പേപ്പർ കട്ടറൊക്കെ ഉണ്ട്. പക്ഷേ നോർമൽ ബ്ലേഡും സ്കെയിലും വെച്ച് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കട്ടിങ് മാറ്റ് ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പാക്കിയിട്ട് ജേർണലിൻ്റെ പുറത്ത് ഒട്ടിക്കാം. ഇതാണ് കേട്ടോ എൻ്റെ വാഷി ടേപ്പ് ബാസ്ക്കറ്റ്. ചെറുതാകുമ്പോൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വാഷി ടേപ്പ്സ് വേണമെന്നൊക്കെ. ഇപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ഇത് ദി വാഷി ടേപ്പ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിൽ നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള കുറച്ച് വാഷി ടേപ്പ്സ് ആണ് കേട്ടോ. നമ്മളെ നാട്ടിൽ കിട്ടുന്നതിലും നല്ല ക്യൂട്ട് ഡിസൈൻസും ഇല്ലസ്ട്രേഷൻസൊക്കെ വരുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഉള്ള വാഷി ടേപ്പ്സ് ആണ്. ഞാൻ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ടവർ കയറി നോക്കുക. അത്രയും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരുപാട് വാഷി ടേപ്പ്സിൻ്റെ കളക്ഷൻ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ ഞാൻ ഈ ജേർണലിലും അതൊക്കെ യൂസ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജേർണലിൽ ആദ്യം ചെയ്യുന്നത് ഈ ബ്രൗൺ കളറിൽ ചെയ്യണ്ടെന്ന് എനിക്ക് ആദ്യം തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഡോട്ടഡ് പേപ്പേഴ്സാണ് ഒട്ടിച്ചത്. പിന്നെ ഈ ഫിലിം ടെംപ്ലേറ്റിൽ ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിക്ചർ പ്രിൻ്റ് എടുക്കാൻ കൊടുത്തതിൻ്റെ ശേഷമാണ് അതൊക്കെ ആലോചിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫിലിമിൻ്റെ പോലെയുള്ളത് തെർമൽ പ്രിൻ്ററിൽ പ്രിൻ്റ് എടുത്തിട്ട് അതിൽ ഫോട്ടോ ഒട്ടിക്കാമെന്ന്. ഇനിയിപ്പോൾ വേറെ പോയി പ്രിൻ്റ് എടുക്കാനുള്ള ക്ഷമ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഫിലിം ടെംപ്ലേറ്റിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്യാൻവയിലും ഒരുപാട് ഫിലിം ടെംപ്ലേറ്റ്സൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു ഓട്ടം തീമൊക്കെ വരുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി കുറച്ചൊരു ടെക്സ്ചർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ആ ഫോട്ടോസിൻ്റെ താഴെയായിട്ടാണ് ഒട്ടിക്കുന്നത്. ഇത് ഹാൻഡ് മെയ്ഡ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതല്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടായതുകൊണ്ട് ഞാൻ അതും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പ്രെഡ് ഏത് ടൈപ്പിലാണ് ചെയ്യേണ്ടതെന്നുള്ള ഒന്നും ഒരു ഐഡിയ ഇല്ലാത്ത സമയത്താണ് കേട്ടോ ഞാൻ ഈ ഫോട്ടോ പ്രിൻ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാം പോളറോയിഡ് പോലെയാണ് പ്രിൻ്റ് എടുത്തത്. അപ്പോൾ ഞാൻ ഈ ഫിലിമിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാനുള്ള ഫോട്ടോസ്
അതിൻ്റെ ഫ്രെയിമൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റാവുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ താഴെയും കുറച്ച് ഏരിയ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫിലിം ഫുള്ളാവാത്ത പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെട്ടിക്കളഞ്ഞ ഒരു ഭാഗം അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഫിൽ ആയ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ സൈഡിലുള്ള ഏരിയയിലും ഞാൻ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രെയിംസും കളഞ്ഞ് അതുപോലെ തന്നെ ആൾക്കാരെ മാത്രമാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടും ഒട്ടിക്കാമെന്ന് തീരുമാനിച്ചു. 2024 കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായത്. അപ്പോൾ ഒരാളുടെ കല്യാണം ഉണ്ടായിരുന്നു, ഒരാളുടെ എൻഗേജ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ സൈറ്റിലാണ് ഒട്ടിച്ചത്. ഇപ്പോൾ ഫോട്ടോസൊക്കെ ഒട്ടിക്കാനുള്ള മെയിൻ ഏരിയാസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാനുള്ളതാണ് ബാക്കി പരിപാടികൾ. അപ്പോൾ 2024 മെമ്മറി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒട്ടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ 2024 എന്ന് എഴുതി ഉണ്ടാക്കിയത്. പിക്ചേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അധികം കൂടുതൽ എഴുതി ചേർക്കാനൊന്നും അധികം സ്പേസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. മുന്നേ ചെയ്ത സ്പ്രെഡുകളൊക്കെ പോളറോയിഡ് പോലെ ആയിരുന്നതുകൊണ്ട് ഒരുപാട് സ്പേസസ് ഉണ്ടായിരുന്നു എഴുതാനൊക്കെ. ശരിക്കും ജേർണൽ ചെയ്യുമ്പോൾ എനിക്ക് പേജ് ഇങ്ങനെ ഫില്ലായി നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു സ്പേസസൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ചെറിയ ഡൂഡിൽസൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. ഈ സ്മൈലി ഫേസ് സ്റ്റിക്കർ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതും. അപ്പോൾ നമ്മളുടെ 2024 ഫേവറേറ്റ് മെമ്മറീസ് കാണിച്ചിട്ടുള്ള സ്പ്രെഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു ഫ്ലിപ്പ് ത്രൂ കാണിക്കാം. ഇത് 2022 ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.